ദ്വീപുകളിലെ രാത്രി യാത്രകളാണ് കൂടുതൽ മനോഹരം. പകൽ നേരങ്ങളിൽ ഈ ദ്വീപിന് വേണ്ടി മാത്രം ഒരു സൂര്യനുണ്ടെന്ന് തോന്നിയേക്കാം. ഫോമുല ഐലൻഡിലെ ഡൊമസ്റ്റിക് എയർപോർട്ടാണ് ഈ കാണുന്നത്. ദ്വീപ് നിവാസികളെ തലസ്ഥാന നഗരമായ മാലേ സിറ്റിയുമായി ബന്ധിപ്പിക്കുന്നത് ഈ എയർപോർട്ടാണ്. ഐലൻഡിലെ കാഴ്ചകൾ കാണുവാൻ എത്തുന്ന വിദേശ വിനോദസഞ്ചാരികളും ഇവിടെ വന്നിറങ്ങുന്നുണ്ട്. വെറും 7 കിലോമീറ്റർ മാത്രം നീളമുള്ള ദ്വീപിലെ പ്രധാനപ്പെട്ട ഹൈവേയാണ് ഇത്. 12,000-ഓളം ആളുകൾ മാത്രം ജീവിക്കുന്ന ചെറിയൊരു ദ്വീപാണ് ഫോമുല. ഈ കാണുന്നതാണ് ദ്വീപിലെ പെട്രോൾ പമ്പ്. പെട്രോളിനും ഡീസലിനുമൊക്കെ നമ്മുടെ നാടുകളേക്കാൾ വില കുറവാണ് ഇവിടെ. അടുത്ത കാലത്തായി നിരവധി പ്രൈവറ്റ് ഗസ്റ്റ് ഹൗസുകൾ ദ്വീപിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ദിനംപ്രതി 100 കണക്കിന് വിദേശ വിനോദസഞ്ചാരികളാണ് ഫോമുല ലക്ഷ്യമാക്കി വന്നിറങ്ങുന്നത്. ദ്വീപിലെ പോലീസ് സ്റ്റേഷൻ ക്യാമ്പസാണ് ഈ കാണുന്നത്. മാൽദീവ്സ് നാഷണൽ ഡിഫൻസ് ഫോഴ്സിൻ്റെ ഒരു കേന്ദ്രവും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. താരതമ്യേന കുറ്റകൃത്യങ്ങൾ കുറവാണ് ദ്വീപുകളിൽ. ടൈഗർ ഷാർക്ക് ഡൈവിംഗ് ആണ് ഐലൻഡിലെ പ്രധാന ടൂറിസം ആക്ടിവിറ്റി. ദ്വീപുകളിലെ ഫ്ലാറ്റുകളുടെ കാഴ്ചകൾ ഇങ്ങനെയാണ്. ദ്വീപ് നിവാസികൾക്ക് ഗവൺമെൻറ് നൽകുന്നതാണ് ഈ ഫ്ലാറ്റുകൾ. ഈ കാണുന്നതാണ് ഫോമുല ഐലൻഡിലെ മുഹമ്മദ് ജമാലുദ്ദീൻ സ്കൂൾ. ഇവിടെയാണ് ഞാൻ ജോലി ചെയ്യുന്നത്. ദ്വീപിലെ 1000-ലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന വലിയൊരു വിദ്യാലയമാണ് മുഹമ്മദ് ജമാലുദ്ദീൻ സ്കൂൾ. അറ്റോൾ എഡ്യൂക്കേഷൻ സെൻറ്റർ ഉൾപ്പെടെ 4 സ്കൂളുകളാണ് ദ്വീപിൽ പ്രവർത്തിക്കുന്നത്. രാവിലെ 7 മണി മുതൽ ഉച്ചയ്ക്ക് 12:30 വരെയാണ് സ്കൂളിൻ്റെ പ്രവർത്തന സമയം. രാത്രികാലങ്ങളാണ് ദ്വീപുകളിലെ നിരത്തുകളിലൂടെ സഞ്ചരിക്കുവാൻ ഏറ്റവും അനുയോജ്യം. പകൽ കൊടും ചൂടാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. ദ്വീപുകളിലെ കാഴ്ചകളിലൂടെയുള്ള യാത്രകൾ തുടരുകയാണ്.